ഹലോ സ്റ്റുഡൻസ്, നമുക്കിനി അടുത്ത് പറയാനുള്ളത് അഡീഷൻ മോഡുലോ എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ്. ഓക്കെ, ഫോർ ദിസ് എ ബി ഈസ് ആൻ എലമെന്റ് ഓഫ് ഇസഡ്. എം എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഇൻറ്റീജർ ആണ് എന്ന് സപ്പോസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബി മോഡുലോ എം ഈസ് ഈക്വൽ ടു ആർ എന്നുള്ളതാണ് അഡീഷൻ മോഡുലോ എമ്മിൽ പറയുന്നത്. ഓക്കെ, ഇവിടെ ആർ എന്ന് പറയുന്നത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം. അതേപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ എന്ന് പറയുന്ന ഒരു കേസ് ഉണ്ട്. ഇവിടെ എ ആൻഡ് ബി ഈസ് ആൻ എലമെന്റ് ഓഫ് ഇസഡ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? അഡീഷൻ എന്നുള്ളിടത്ത് മൾട്ടിപ്ലിക്കേഷൻ ആവാം. എം എന്ന് പറയുന്നത് പോസിറ്റീവ് ഇൻറ്റീജർ ആണ്. എ ഇൻറ്റു ബി ഓഫ് മോഡുലോ എം ഈസ് ഈക്വൽ ടു എന്താവണം? ആർ തന്നെ ആവണം. ഓക്കെ, ദാറ്റ് ആർ ഈസ് ഈക്വൽ ടു 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം എന്നുള്ള രീതിയിൽ നമുക്ക് ആറ് പറയാൻ പറ്റും. ഇനി ഇവിടെ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം എന്നുള്ളത്. ഇനി ഇത് വെച്ചിട്ട് നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം, ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു 2 എലമെന്റ് എടുക്കണം അല്ലേ? ഇപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു 10 and 4 എന്ന് പറയുന്ന 2 എലമെന്റ്സ് എടുത്തു. 10 4 ഓഫ് മോഡുലോ ആർ ഈസ് ഈക്വൽ ടു എന്താണ് വരിക? 10 + 4 എത്രയാ? 14 അല്ലേ? 14 മോഡിൽ ആർ എന്ന് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എത്രയാണ് കിട്ടുന്നത്? അതാണ് അഡീഷൻ മോഡുലോ എം എന്ന് പറയുന്നതിന്റെ റിസൾട്ട്. അപ്പോൾ ഇവിടെ എത്ര വരിക? 14 മോഡ് 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 കിട്ടും അല്ലേ? അപ്പോൾ ആ 2 എന്നുള്ളതാണ് എന്തിന്റെ റിസൾട്ട്? അഡീഷൻ മോഡുലോ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 + 4 ഓഫ് മോഡ് ആർ എന്നുള്ളതിന്റെ റിസൾട്ട്. മൾട്ടിപ്ലിക്കേഷന്റെ കേസും ചെയ്ത് നോക്കുക. 7 and 4 എടുക്കുക. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് 7 × 4 അല്ലേ? 7 × 4 28. മോഡിൽ ഏതാ പറഞ്ഞത്? 5. അപ്പോൾ 28 മോഡ് 5. 28 മോഡ് 5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് 3 എന്ന് പറയുന്ന റിസൾട്ട് ആയിരിക്കും കിട്ടുക. അപ്പോൾ ഇങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ അതേപോലെ അഡീഷൻ മോഡുലോ എന്ന് പറയുന്ന കേസ് നമ്മൾ കാണാം. ഇനി ഇത് വെച്ച് നമുക്ക് ചിലപ്പം പ്രോബ്ലംസ് ചോദിക്കും. അപ്പോൾ ആ പ്രോബ്ലംസ് ഏത് രീതിയിലാണ് വരിക എന്നുള്ളത് നോക്കാം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ചെക്ക് വെദർ 1 2 3 4 ഈസ് ആൻ അബിലിയൻ ഗ്രൂപ്പ് ഓർ നോട്ട് അണ്ടർ ദി മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ 5 ഓഫ് x5. നമ്മൾ ചെക്ക് ചെയ്യാൻ പറഞ്ഞ എന്താണ്? അബിലിയൻ ഗ്രൂപ്പ് ആണ് അല്ലേ? അപ്പൊ അബിലിയൻ ഗ്രൂപ്പ് ആവാനുള്ള 5 പ്രോപ്പർട്ടീസ് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞതാണ്. ആ 5 പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. അപ്പൊ അതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓപ്പറേഷൻ ഇവിടെ എന്താണ്? x5 എന്ന് പറയുന്നതാണ് നമ്മുടെ ഓപ്പറേഷൻ. സോ നമ്മൾ ഈ ഒരു ടേബിൾ ഫോർമാറ്റിൽ അതിനെ എഴുതാം. x5 പിന്നെ നമുക്ക് തന്നിരിക്കുന്ന സെറ്റിലെ എലമെന്റ്സിനെ 2 റോന്റെ കോളം റോ ആയിട്ടും കോളായിട്ടും എഴുതാം. അതേപോലെ 1 2 3 4 അതേപോലെ 1 2 3 4 എന്ന് പറഞ്ഞ് എഴുതാം. ഇനി മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ ആണ് അല്ലേ? അപ്പൊ എങ്ങനെ ചെയ്യാം? ഫസ്റ്റ് 1 × 1 1 × 1 മോഡ് 5. 1 × 1 മോഡ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര റിസൾട്ട് കിട്ടുക? 5 എന്നുള്ള മോഡ് 5 ആണ് അല്ലേ? അപ്പൊ 1 × 1 മോഡ് 5 അപ്പൊ എത്രയായിരിക്കും? 1 × 1 മോഡ് 5. 1 മോഡ് 5 ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുക. അതേപോലെ 1 × 2 2 അല്ലെ? 2 മോഡ് 5 ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും? 2 അല്ലെ? അതേപോലെ 3 × 1 4 × 1 ഒക്കെ നമ്മൾ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിന്റെ റിസൾട്ട് ഇതേപോലെ ഫസ്റ്റ് റോ കംപ്ലീറ്റ് ആക്കിയിട്ട് ഇതേപോലെ എഴുതി വെക്കുക. നോക്കാം. 2 × ഫസ്റ്റത്തെ ആ ഒരു റോ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡ് റോ എടുക്കുക. അവിടെ 1 × 2 2 അല്ലേ? 2 മോഡ് 5 എന്നുള്ളത് ചെയ്യുക. 2 തന്നെ ആയിരിക്കും റിസൾട്ട്. ദെൻ 2 × 4 and 2 × 3 മോഡ് 5 that is 6 മോഡ് 5 is equal to 1. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 × 4 അടുത്ത പ്രോസസ്സ് വരുന്നത് 2 × 4 എന്ന് പറയുന്നതായിരിക്കും. 2 × 4 ആകുമ്പോൾ 8 മോഡ് 5 എത്രയാ? 8 മോഡ് 5 is equal to 3. അതേപോലെ ഈ കംപ്ലീറ്റ് കോളത്തിനെ നമ്മൾ ചെയ്യാം. ഈ കംപ്ലീറ്റ് സെറ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ എലമെന്റ്സ് സെറ്റായിട്ട് കിട്ടും. ആ ഒരു കംപ്ലീറ്റ് സെറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് കിട്ടും. ഇനി ഇപ്പോൾ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ മോഡിലും ആണ് ചെയ്ത് കഴിഞ്ഞത്.
ഇനി ഇതൊന്ന് നമ്മൾ എന്ത് ഫൈൻഡ് ചെയ്യണം? ദ അബിലിയൻ ഗ്രൂപ്പ് ആണോ അല്ലേ എന്നുള്ളത് ഫൈൻഡ് ചെയ്യണം. അതെങ്ങനെ ഫൈൻഡ് ചെയ്യാം? അത് ഫൈൻഡ് ചെയ്യാൻ നമ്മളടുത്ത് 5 പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ 5 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് അബിലിയൻ ഗ്രൂപ്പ് ആവുക. അതിലെ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താണ്? ബൈനറി ഓപ്പറേഷൻസ് ആണ്. എന്താണ് ബൈനറി ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ? രണ്ട് വാല്യൂസിനെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കിട്ടുന്ന റിസൾട്ട് അതിലെ തന്നെ എലമെന്റ് ആണോ എന്നുള്ളതാണ് ബൈനറി ഓപ്പറേഷൻസ് കൊണ്ട് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഫോർ ഓൾ എലമെന്റ് എ കൊമ ബി ഈസ് ആൻ എലമെന്റ് ഓഫ് ജി. ആ സെറ്റിലെ തന്നെ എലമെന്റ് ആവണം. ഇവിടെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ്സാണ് ചെയ്തത്, മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ ആണ് ചെയ്തത്. സോ എ ഇൻറ്റു ബി മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ ഓഫ് എം ഈസ് ആൻ എലമെന്റ് ഓഫ് എന്തിലെ എലമെന്റ് തന്നെ ആവണം? ഈസ് ആൻ എലമെന്റ് ഓഫ് ജി. ഇവിടെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ 5 ആണ് ചെയ്തത്. സോ എ ഇൻറ്റു ബി ഓഫ് 5 എന്ന് പറയുന്നത് ദാറ്റ് എലമെന്റിലെ തന്നെ ആ സെറ്റിലെ തന്നെ എലമെന്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഈ ഒരു ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിനുള്ള ആൻസർ കിട്ടും. ഏത് റോ എടുത്തു കഴിഞ്ഞാലും 1 2 3 4 തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ അടുത്തുള്ള സെറ്റിലെ എലമെന്റ് എന്ന് പറയുന്നതും 1 2 3 4 തന്നെയാണ്. സോ നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, രണ്ടാമത്തെ കണ്ടീഷൻ എന്തായിരുന്നു? അസോസിയേറ്റിവിറ്റി ആണ്. അസോസിയേറ്റിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എ ഇൻറ്റു ബി ഇൻറ്റു സി ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ബി ഇൻറ്റു എ ഇൻറ്റു ബി ഇൻറ്റു സി എന്നുള്ള ഫോർമാറ്റിൽ കിട്ടണം അല്ലേ? അപ്പോൾ ഇതിലെ എലമെന്റ്സിനെ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുക. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആവുന്ന സമയത്ത് നമ്മുടെ അടുത്തുള്ള ഐഡന്റിറ്റി 1 ആയതുകൊണ്ട് നമുക്ക് സി എന്ന് പറയുന്ന ഒരു എലമെന്റിന് വേണ്ടിയിട്ട് 1 എടുക്കാം. 3 ഇൻറ്റു 4 അതിൽ ഏതെങ്കിലും രണ്ട് എലമെന്റ്സ് എടുത്തിട്ട് ഇതേപോലെ വർക്കൗട്ട് ചെയ്യുക. 3 ആൻഡ് 4 എടുക്കുക. 3 ഇൻറ്റു 4 ഇൻറ്റു 1 3 ഇൻറ്റു 4 മോഡുലോ 5 ഇൻറ്റു 1 മോഡുലോ 5 എന്ന് പറയുന്നതും 3 ഇൻറ്റു മോഡുലോ 5 4 ഇൻറ്റു 1 മോഡുലോ 5 എന്ന് പറയുന്നതും സെയിം ആയിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് അസോസിയേറ്റിവിറ്റി പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ അല്ലേ? അപ്പോൾ ഇവിടെ നോക്കുക, 3 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു മോഡുലോ 5 4 ഇൻറ്റു മോഡുലോ 5 1 ഇൻറ്റു 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് 4 ഇൻറ്റു 1 4 മോഡ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 4 തന്നെയാണ് അല്ലേ? അപ്പോൾ 3 ഇൻറ്റു 4 മോഡ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 മോഡ് 5 ഇസ് ഈക്വൽ ടു 2. അതേപോലെ തന്നെ നമ്മൾ എന്തും ചെയ്യുക, ഇതിൻ്റെ അസോസിയേറ്റിവിറ്റിയും ചെയ്ത് നോക്കുക. അതും സെയിം ആണ് എന്നുണ്ടെങ്കിൽ ദാറ്റ് പ്രോപ്പർട്ടി ഈസ് സാറ്റിസ്ഫൈങ് ദി അസോസിയേറ്റിവിറ്റി പ്രോപ്പർട്ടി. അപ്പോൾ നമ്മൾ അസോസിയേറ്റിവിറ്റി പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു അല്ലേ? ഇനി അടുത്ത പ്രോപ്പർട്ടി എന്താണ്? ബൈനറി ഓപ്പറേഷനിലെ ഫസ്റ്റ് അബിലിയൻ ഗ്രൂപ്പ് ആവാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ബൈനറി ഓപ്പറേഷൻ, രണ്ടാമത് അസോസിയേറ്റിവിറ്റി പ്രോപ്പർട്ടി, ദെൻ അത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഐഡന്റിറ്റി പ്രോപ്പർട്ടി അല്ലേ? ഐഡന്റിറ്റി പ്രോപ്പർട്ടി എന്താ? എക്സിസ്റ്റൻസ് ഓഫ് ഐഡന്റിറ്റി എലമെന്റ്. ഐഡന്റിറ്റി എലമെന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ ഐഡന്റിറ്റി എലമെന്റ് എന്തായിരുന്നു? നമുക്കറിയാം 1 ആണ് മൾട്ടിപ്ലിക്കേഷന്റെ ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ നോക്കാം, ഏതെങ്കിലും ഒരു എലമെന്റ് എടുക്കുക. അപ്പോൾ ഒരു 2 1 2 3 4 എന്നുള്ള ആ സെറ്റിൽ ഏതെങ്കിലും ഒരു എലമെന്റ് എടുക്കുക. നമ്മളിവിടെ 2 എടുത്തിട്ടുണ്ട്. 2 ഇൻറ്റു 1 ആണ് ഐഡന്റിറ്റി എന്നുള്ളതുകൊണ്ട് 2 ഇൻറ്റു 1 ഓഫ് മോഡുലോ 5 ഈസ് എന്തിൽ തന്നെ എലമെന്റ് ആവണം? ആ എലമെന്റ് തന്നെ ആവണം. 2 ആണ് എടുത്തെങ്കിൽ 2 തന്നെ നമുക്ക് റിസൾട്ട് കിട്ടണം. 3 ആണ് എടുത്തെങ്കിൽ 3 തന്നെ നമുക്ക് റിസൾട്ട് കിട്ടണം. അപ്പോൾ നോക്കുക, 2 ഇൻറ്റു 1 മോഡ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മോഡ് 5 ഇസ് ഈക്വൽ ടു 2 തന്നെ ആയിരിക്കും. അതേപോലെ അടുത്ത എലമെന്റ് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുക. 3 ഇൻറ്റു ഇവിടെ ഐഡന്റിറ്റി എലമെന്റ് എന്നുള്ളതിന് നമ്മൾ ഇ എന്ന് നോട്ട് ചെയ്തു. 3 ഇൻറ്റു ഇ മോഡ് 5 ഈസ് ഈക്വൽ ടു 3 തന്നെയാണോ നോക്കുക, അതിനായിരിക്കും കിട്ടുക. 3 മോഡ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 തന്നെയാണ്. അതേപോലെ തന്നെ ബാക്കിയുള്ള എലമെന്റ്സുകൾ 4ഉം 1ഉം ഒക്കെ ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സെയിം എലമെന്റ് തന്നെയാണ് നമുക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ദാറ്റ് സാറ്റിസ്ഫൈങ് ദി ഐഡന്റിറ്റി പ്രോപ്പർട്ടി. ഐഡന്റിറ്റി അവിടെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ രണ്ട് പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞു. ഒന്ന് ബൈനറി ഓപ്പറേഷൻ സാറ്റിസ്ഫൈ ചെയ്തു, അതേപോലെ അസോസിയേറ്റിവിറ്റി സാറ്റിസ്ഫൈ ചെയ്തു, അതേപോലെ ഐഡന്റിറ്റി സാറ്റിസ്ഫൈ ചെയ്തു. ഇനി എന്താണ് അടുത്ത പ്രോപ്പർട്ടി? ഇൻവേഴ്സ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം അല്ലേ? അപ്പോൾ ഇൻവേഴ്സ് ആവാൻ എന്താണ്? എ ഇൻറ്റു എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ഐഡന്റിറ്റി. അതാണ് ഇൻവേഴ്സ് ആവുന്ന കണ്ടീഷൻ അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു എലമെന്റ് എടുക്കുക.
അതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നതും എന്തായി കിട്ടണം? ഐഡന്റിറ്റി ആയിട്ട് കിട്ടണം. ഈക്വൽ ടു 1 എന്ന് കിട്ടണം. അപ്പോൾ 1 ഇപ്പോൾ ഒരു എലമെന്റ് എടുത്തു, 1 ആൻഡ് 1 ഇൻവേഴ്സ് ഓഫ് മോഡുലോ 5 ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ 1 ഇൻറ്റു 1 ഇൻവേഴ്സ് എന്നുള്ളത് എന്തുതന്നെയായിരിക്കും? 1 തന്നെ ആയിരിക്കും ഈ ഒരു കേസിൽ, അല്ലേ? ഇനി അടുത്ത എലമെന്റ് എടുക്കുക, 2 ഇൻറ്റു 2 ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു 1 എന്നുള്ള എമൗണ്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും 2 ഇൻവേഴ്സ് എന്ന് പറയുന്നത്? 2 ഇൻവേഴ്സ് എന്ന് പറയുന്നത് 2 ഇൻറ്റു 2 ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു 1 എന്നുള്ള എലമെന്റ് മോഡുലോ 5 ചെയ്ത് നമുക്ക് 1 തന്നെ കിട്ടണം എന്നുണ്ടെങ്കിൽ 2 ഇൻവേഴ്സ് ഇവിടെ എന്തായിരിക്കും? 2 ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു 1/2 ആയിരിക്കും, അല്ലേ? ചെക്ക് ചെയ്ത് നോക്കിയേ. 2 ഇൻറ്റു 1/2 ഓഫ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇൻറ്റു 1/2 ഈസ് ഈക്വൽ ടു 1 മോഡ് 5 ഈസ് ഈക്വൽ ടു 1 തന്നെയാണ്, അല്ലേ? ഇതേപോലെ ഏത് എലമെന്റ് എടുത്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് ഐഡന്റിറ്റി എലമെന്റ് കിട്ടണം. ആ സെറ്റിലെ ഏത് എലമെന്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും ഐഡന്റിറ്റി എലമെന്റ് കിട്ടുന്നുണ്ടെങ്കിൽ ദാറ്റ് കണ്ടീഷൻ ഈസ് സാറ്റിസ്ഫൈയിങ് ദി ഇൻവേഴ്സ് പ്രോപ്പർട്ടി. ഇവിടെ 3 എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെ ഏത് എലമെന്റ് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് എന്തെന്നെ കിട്ടും? ആ ഇൻവേഴ്സ് അല്ലെങ്കിൽ ഐഡന്റിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടി കിട്ടുന്നുണ്ടെങ്കിൽ, ഇൻവേഴ്സ് എന്നുള്ളത് ഐഡന്റിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഇൻവേഴ്സ് അവിടെ സാറ്റിസ്ഫൈ ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ 4 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഇനി നമുക്ക് അടുത്ത പ്രോപ്പർട്ടി എന്താണ്? അസോസിയേറ്റിവിറ്റി ആണ്, അല്ലെ? കമ്മ്യൂട്ടേറ്റീവ് ആണ്. കമ്മ്യൂട്ടേറ്റീവ് കൂടി ആവണം എങ്കിലാണ് അതെന്താവുള്ളൂ. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി കൂടി സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് അവിടെ അത് കണ്ടീഷൻ ട്രൂ ആവുള്ളൂ. ഇവിടെ ഞാൻ അസോസിയേറ്റിവിറ്റി എന്നാണ് എഴുതി പോയിട്ടുള്ളത്, നിങ്ങളത് മാറ്റി കമ്മ്യൂട്ടേറ്റീവ് എന്നാക്കുക. 3 ഇൻറ്റു കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? എ ഇൻറ്റു ബി ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു എ തന്നെ ആവണം, അല്ലേ? അപ്പോൾ ഇവിടെ 2 എലമെന്റ്സ് എടുത്ത് നോക്കുക. 3 ഇൻറ്റു 4 ഓഫ് മോഡുലോ 5 ഈസ് ഈക്വൽ ടു എന്തെന്നെ ആവണം? 4 ഇൻറ്റു 3 ഓഫ് മോഡുലോ 5 തന്നെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് കോൾഡ് അസോസിയേറ്റിവിറ്റി. ഇവിടെ നോക്കുക, 3 ഇൻറ്റു 4 12 മോഡ് 5 ഈസ് ഈക്വൽ ടു 2. അതേപോലെ 4 ഇൻറ്റു 3 മോഡുലോ 5 ഈസ് ഈക്വൽ ടു 12 മോഡ് 5 ഈസ് ഈക്വൽ ടു 2. ഓക്കെ, അപ്പോൾ ഇവിടെ അസോസിയേറ്റിവിറ്റി പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ 5 കണ്ടീഷനും നമ്മളിപ്പോൾ പറഞ്ഞ നമുക്ക് ബിലീവിങ് ഗ്രൂപ്പ് ആവണമെന്നുണ്ടെങ്കിലുള്ള 5 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സെറ്റിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദാറ്റ് സെറ്റ് ഈസ് ആൻ അബിലിയൻ ഗ്രൂപ്പ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ ഒരു കേസിൽ 5 പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ആൻ അബിലിയൻ group. Hence we have to prove that it is an 1 2 3 4 is an abelian group എന്നുള്ളത് നമുക്ക് പ്രൂഫ് ചെയ്തു എന്നുള്ളത് പറയാൻ പറ്റും. ഓക്കെ.